ഇതിന്റെ ഉൽപ്പത്തി എന്ന് പറയപ്പെടുന്നത് ഈ വീരശൈവ വിഭാഗത്തിൽപ്പെട്ട ആരാധനാ സ്വഭാവത്തില് സമയപുരം എന്ന തമിഴ്നാട് സ്ഥലം, അവിടെയുള്ള ദേവിയുടെ ആരാധന ആൾക്കാര് പിന്നീട് അവിടുന്ന് മുങ്ങി ശൂലക്കല്ലിൽ മുങ്ങിപ്പോയ ക്ഷേത്രത്തിനെ പിന്നെ തമിഴ്നാട്ടിലും കേരളത്തിലായി പല സ്ഥലങ്ങളിലും വളരെ ആർഭാടത്തോടെയും നാമമാത്രമായിട്ടൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ പണിയപ്പെട്ടു. നമസ്കാരം, സുധീഷ് ചെമ്പശ്ശേരിയാണ്. ഇപ്പൊ ഞാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയില് ശ്രീ മുണ്ടുള്ളി മാരിയമ്മൻ ക്ഷേത്രത്തിലാണ് കേട്ടോ. ഇത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെർപ്പളശ്ശേരി റൂട്ടില് പെരിങ്ങോട് നിന്നൊരു 10 കിലോമീറ്ററോളം അല്ലെ 10 കിലോമീറ്ററോളം ഉള്ളിലേക്കുള്ള ഒരു ക്ഷേത്രത്തിലാണുള്ളത്. അപ്പൊ എന്തായാലും ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണത്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് ഇവിടുത്തെ കമ്മിറ്റിക്കാരും ഇതിൻ്റെതായ ആളുകളും ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് അവരോട് ഇതിന്റെ ഐതിഹ്യം ചരിത്രവും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം. യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. നമ്മുടെ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്ക് എത്തട്ടെ. അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത്. ഓക്കെ. ഇത് മുണ്ടുള്ളി മാരിയമ്മൻ ക്ഷേത്രം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഇത്. പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ പെരിങ്ങോട് നിന്നും 10 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ഈ ക്ഷേത്രത്തിലെത്താം. തികച്ചും തമിഴ്നാട് ശൈലിയിലുള്ള ഈ ക്ഷേത്രം ആരെയും വിസ്മയിപ്പിക്കുന്ന ഒരു ദൃശ്യ വിസ്മയം തന്നെയാണ്. ക്ഷേത്രത്തിന് മുന്നിലായി ദേവിയുടെ ആയുധമായ ശൂലം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മാരിയമ്മയ്ക്ക് കാവലായി കറുപ്പുസ്വാമിയും കൂടാതെ ഗണപതി, അയ്യപ്പൻ, നാഗങ്ങൾ തുടങ്ങിയ ഉപദേവ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. പച്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. വസൂരി രോഗം വന്നാൽ ഇവിടെ കുളിച്ചു തൊഴുതാൽ മാറും എന്നാണ് പണ്ട് മുതലേയുള്ള വിശ്വാസം. ഇവിടുത്തെ പൂജ ചെയ്യുന്നവർക്കും പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ പൂജാരികൾ പാരമ്പര്യ വൈദ്യന്മാർ കൂടിയാണ്. മാരിയമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സാധിക്കാറുണ്ടെന്ന് ഭക്തർ സാക്ഷ്യങ്ങൾ നിരത്തി പറയുന്നുണ്ട്. ഭക്തജനങ്ങളുടെ നിസ്വാർത്ഥമായ സേവനം കൊണ്ടാണ് ക്ഷേത്രം ഇന്നീ കാണുന്ന നിലയിൽ എത്തി നിൽക്കുന്നത്. രോഗങ്ങൾ മാറുന്നതിനായി നിരവധി ആളുകളാണ് പുറം ദേശങ്ങളിൽ നിന്ന് പോലും ഇവിടെ എത്തിച്ചേരുന്നത്. മുണ്ടുള്ളി ശ്രീ മാരിയമ്മ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ അഷ്ടമംഗല്യ പ്രശ്നവിധി പ്രകാരം അതിന്റെ പരിഹാരങ്ങളെല്ലാം 2 വർഷം മുന്നോടി നടത്തുകയും അതിനുശേഷം അമ്പലം, അതായത് ക്ഷേത്രം പൊളിച്ച് പുതിയ രീതിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന രീതിയിലുള്ള ചിത്രവർണ്ണാങ്കിതമായ ഒരു ശ്രീകോവിൽ നിർമ്മിച്ച് അതിനകത്ത് പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിച്ച് സർവചൈതന്യത്തോടും കൂടി ഭക്തജനങ്ങൾക്ക് ആരാധിക്കുവാനും ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കുവാനും ഉള്ള വിശേഷത്തോടു കൂടി നമ്മളിത് വെച്ച് പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇനി എല്ലാവരും ക്ഷേത്രത്തിൽ വന്ന് ഭക്തിയോടും ശ്രദ്ധയോടും കൂടി പ്രാർത്ഥിച്ച് ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടു പോകേണ്ടതാണ്. ഈ പുലാപ്പറ്റ പ്രദേശം ഈ ക്ഷേത്രം ഇതോടൊപ്പമുള്ള മറ്റു ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് തിരുവളയനാട്ട് ദേവസ്ഥന്റെയും വടക്കുന്നാഥൻ ദേവസ്ഥന്റെയും അതിർത്തിയിൽപ്പെട്ട സ്ഥലങ്ങളാണ്. രണ്ടും വഴിക്ക് ഈ റോഡിന്റെ ഏകദേശം തന്നെയാണ്. ഈ ഭാഗങ്ങളിൽ ഏതാണ്ട് 550 വർഷത്തിനപ്പുറം വന്ന വീരശൈവ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളായിട്ടാണ് ഇതൊക്കെ ആദ്യം അറിയപ്പെട്ടത്. കാട്ടമ്പലങ്ങൾ എന്നുള്ള സ്വഭാവത്തോടെയുള്ള സൂക്ഷിക്കപ്പെടുന്ന അമ്പലങ്ങളായിരുന്നു. പിന്നീട് ജനങ്ങളുടെ വളർച്ചയ്ക്കും വിശ്വാസത്തിനും അനുസരിച്ച് ആ തലമുറയും ഇവരുടെ ആ വിഭാഗങ്ങളുടെയും ഇവിടെയുള്ള കൂട്ടുകുടുംബങ്ങളുടെ ഇതിൽ വന്ന് വിഭാഗീയത അനുസരിച്ചിട്ടല്ല, ഓരോരുത്തരും അവരുടേതായ ആരാധന സ്വഭാവം സ്വീകരിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രം, പിന്നീട് ഈ താഴെ മാരിയമ്മ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം, ഇതിന് മുകളിൽ ഏതാണ്ട് 50 മീറ്ററിന് അപ്പുറത്തായിട്ട് മറ്റൊരു മാരിയമ്മ ക്ഷേത്രം കൂടി. ഇതിനൊപ്പം
കിഴക്കേ അറ്റത്ത് ഒരു വനദുർഗാദേവ് ക്ഷേത്രവും ഇതിന്റെ ഭാഗമായിരുന്നു ആ ക്ഷേത്രം പുനർനിർമ്മിച്ചിട്ടുണ്ട്. ഇതിന്റെ ഉൽപ്പത്തി എന്ന് പറയപ്പെടുന്നത് ഈ വീരശൈവ വിഭാഗത്തിൽപ്പെട്ട ആരാധനാ സ്വഭാവത്തില് സമയപുരം എന്ന തമിഴ്നാട് സ്ഥലം, അവിടെയുള്ള ദേവിയുടെ ആരാധന ആൾക്കാര് പിന്നീട് അവിടുന്ന് മുങ്ങി ശൂലക്കല്ലിൽ മുങ്ങിപ്പോയ ക്ഷേത്രത്തിനെ പിന്നെ തമിഴ്നാട്ടിലും കേരളത്തിലായി പല സ്ഥലങ്ങളിലും വളരെ ആർഭാടത്തോടെയും നാമമാത്രമായിട്ടൊക്കെ ഒരുപാട് ക്ഷേത്രങ്ങൾ പണിയപ്പെട്ടു. അതിലൊന്ന് പെട്ടതാണ് ഈ ക്ഷേത്രം. ഈ ഇവിടുത്തുണ്ടായിരുന്ന പൂർവികര് തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. അവര് തൊഴിലും പരമായി ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പൊ അവർക്ക് ആരാധന സ്വഭാവം ഉള്ളത് അവിടെ നിന്നുള്ള കൊണ്ടുവന്നിട്ടുള്ള വിഗ്രഹങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും വിഗ്രഹ രൂപത്തിൽ എന്തെങ്കിലും ആയിരിക്കും. അതാണ് നമ്മുടെ ഇതിനു മുമ്പ് അവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രം കണ്ടത്. അപ്പൊ ഇവിടെ ശൂലക്കല്ല് മാരിത്തായ, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ശൂലക്കല്ല് മാരിത്തായ എന്നാണ്. അതെ, ഇവിടുത്തെ തന്ത്രിയുടെ പിതാമഹന്മാരാണ് ഈ ക്ഷേത്രം നടത്തിയിരുന്നത്. മറ്റൊരു വിഭാഗക്കാർ അപ്പുറത്തുള്ള ക്ഷേത്രം നടത്തി. ഈ ശൂലക്കല്ല് മാരിത്തായ എന്ന രീതിയിലുള്ള തമിഴ് സ്തുതികളോടെയാണ് ഇവിടെ ആരംഭിക്കുക. അന്നൊക്കെ ഈ ഉത്തമത്തിലോ മധ്യമത്തിലോ എന്നുള്ള പൂജയൊന്നുമില്ല. ഉത്തമത്തിലായാലും മധ്യമത്തിലായാലും എല്ലാ വിധത്തിലുള്ള അന്നത്തെ ആചാരപ്രകാരം ചെയ്തു. ആ ആചാരങ്ങളൊക്കെ വിട്ടിട്ട് ക്ഷേത്രോപാസന രൂപയിൽ വന്നപ്പോഴാണ് ഈ ഉത്തമത്തിലുള്ള പൂജ എന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നത്. ഇവിടെ നാമം മാത്രമായി ക്ഷേത്രങ്ങൾക്ക് ഒരു വരുമാനവും ഇല്ല. ഇതൊക്കെ തന്നെ 100% ജനകീയ സ്വഭാവത്തോടെയാണ് ഈ ക്ഷേത്രം ഉണ്ടാക്കിയത്. ഏറ്റവും രസകരമായ കാര്യം, ഇവിടെ നടക്കുന്ന 10-25 ദിവസത്തെ ഈ പണികൾക്കൊന്നും തന്നെയും ആരും 1 രൂപ കൂലി കൊടുത്തിട്ടില്ല. ഇവിടെ തന്നെ രാവും പകലും സ്ത്രീകളും പുരുഷന്മാരും അക്ഷരാർത്ഥത്തിൽ ജനകീയ സ്വഭാവത്തോടെയാണ് ഇപ്പൊ ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഒരുപാട് ബാധ്യതകളൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പൊ ഇവിടെ പറയേണ്ടതല്ല. എന്നിരുന്നാലും അതൊക്കെ തന്നെ സഹകരിച്ച് നടക്കും. ആ സഹകരണമാണ് ഇത്തരത്തിലുള്ള ഈ ക്ഷേത്രങ്ങളുടെ പുരോഗതിക്ക്. ഇതിന് ആധാരമായി കിട്ടിയ പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൊട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ വളരുക, ഞങ്ങളുടെ നാട്ടിലെ ചെറിയ ചെറിയ കൂലിക്കാരായ ആൾക്കാരൊക്കെ തന്നെ അവർക്ക് അവരുടേതായ ആരാധന സമ്പ്രദായത്തോടെ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള ക്ഷേത്രം പണിയുക എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉണ്ട്. അത് വളരെ ഭംഗിയായി തന്നതിൽ നാട്ടുകാർ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും അവരുടെ കോപ്പറേഷൻ ഉണ്ടാവും. ഈ ഇതിന്റെ ആചാരാനുഷ്ഠാനങ്ങളും താന്ത്രിക പരിപാടികളൊക്കെ തന്നെ വളരെ സ്നേഹത്തോടെയും യാതൊരു വിധത്തിലുള്ള നിബന്ധനകളോടെയും ഇല്ലാതെ തന്നെ ഞങ്ങളെ പൂർണ്ണമായും സഹകരിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. അതിൽ തന്ത്രിമാരുണ്ട്, പൂജാരിമാരുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കഴകം എല്ലാ വിഭാഗക്കാരും, ആരും ഒരു പ്രത്യേകതയില്ല. അത് ഞങ്ങളോടൊപ്പം തന്നെ സഹകരിച്ചു എന്ന് തന്നെ വേണം പറയാൻ. അവർക്കൊക്കെ എല്ലാവർക്കും ഞങ്ങൾ നന്ദി രേഖപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഏതെങ്കിലും വളർച്ചയ്ക്കുള്ള എല്ലാവിധ സഹായത്തിനും ഭാവിയെ അവരുടെ സഹായവും കൂടെ അപേക്ഷിക്കുന്നു. ഞങ്ങൾ ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉയർത്താനും ഞങ്ങൾ തയ്യാറായി നിൽക്കുന്നു. രാമചന്ദ്രൻ, ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറി വന്ന മുതലിയാർ വംശത്തിൽപ്പെട്ട ആളുകൾ നടത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഇപ്പോൾ ഈ കാണുന്ന രീതിയിലല്ല, വളരെ താഴെ വടക്കോട്ട് അഭിമുഖമായിട്ട് നിന്നിരുന്ന ക്ഷേത്രം ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും ചേർന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി വളരെയേറെ കഷ്ടപ്പെട്ട് എല്ലാവരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമായി ഇന്ന് ഈ കാണുന്ന ക്ഷേത്രം ഏകദേശം 35 ലക്ഷത്തോളം രൂപ ചെലവിൽ നിർമ്മിച്ചിരിക്കുകയാണ്. തമിഴ് വംശജരായിട്ടുള്ള മുതലിയാർ വംശത്തിൽപ്പെട്ടവർ തന്നെയാണ് ഈ ക്ഷേത്രത്തിന്റെ പൂജാവിധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയും ഒത്തൊരുമയുടെയും ശ്രമഫലമായി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ ഒരു ക്ഷേത്രം പണിയാൻ കഴിഞ്ഞു. അമ്മേ സഹായം, ആര്യമേ സഹായം. അമ്മേ എല്ലാവർക്കും ഭക്തിയോടെ കൂടെ ഇത് കേൾക്കാനുള്ള സന്ദർഭം കൊടുക്കണേ. മകമായി കാളിയമ്മ, ഭാര്യയമ്മ എന്നുള്ളത് എത്രയോ വർഷത്തിന് മുമ്പേ ഞങ്ങൾ ഇത് കേട്ട് കാരണന്മാരായിട്ടുള്ള കൊണ്ടു നടന്ന വാചകങ്ങളൊക്കെ കേട്ട് ഞങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. സമയപുറത്തുനിന്ന് വന്ന് അമർന്നിട്ട് ശൂലക്കന്ന് വന്ന് ഇരുന്ന് ഭഗവതി മകമായി അത് ഊര് വിട്ടു പോയതാണ് എന്ന് രണ്ടാമത് മക്കളെ എല്ലാവരും വിളിച്ച് അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് മക്കൾ വിളിച്ച് എല്ലാവരും എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ സമയപുറത്തുനിന്ന് ഇരുന്നത് ശൂലക്കല്ല് ക്ഷേത്രത്തിൽ അവിടെയാണ് ഇരുന്നിട്ടുള്ളത്. അങ്ങോട്ട് വനവാസം പോയതാണ്. അപ്പം ഞങ്ങൾ 10 പേരും കൂടി എല്ലാവരും കൂടി 24 തെലുങ്ക് സമുദായം കൂടി വിളിച്ചിട്ടുള്ളതാണ് അമ്മേനെ. അമ്മ വരുമ്പോൾ
ഗംഗയിൽ നീരാടി നീർമൊഴുകി നീലവർണ്ണ പട്ടെടുത്ത് ചീവിനല്ല ചിക്കെടുത്ത് ചിലർ പോലെ കൊണ്ടുപോട്ട് കുങ്കുമത്താൽ ചന്ദനത്താൽ പൊട്ടും വെച്ച് കുങ്കുമത്താൽ പൊട്ടും വെച്ച് അഞ്ജനയിൽ കണ്ണെഴുതി മുത്തുമുത്താകെ കാച്ചിലമ്പ് എടുത്ത് മക്കളെല്ലാം വന്ന് മക്കൾക്ക് ഒരു ഉത്തരവ് കൊടുക്കണമെന്ന് പറഞ്ഞ് കാളിയമ്മി മാരിയമ്മി വന്ന് കരിങ്കച്ച പറഞ്ഞു കെട്ടി വെട്ടലുകൾ കയ്യിലെടുത്ത് ഒരു ഉത്തരവ് കൊടുക്കണം. മുത്താനാതയവായി തുറന്ന് ഒരു ഉത്തരവ് ദയ നീ കൂടമ്മ മക്കളെല്ലാം ദയ മനം കലങ്ക് കാത്തിരിക്കേ ദയ വേണുമമ്മ ആദിപോലെ ദയ അമ്മും മകനാ സത്തിയോ ദയ ഉള്ളവളാണ് ആയിരം ദയ കണ്ണുള്ളവളാ ആനതോറും ദയ സർക്കരയാ ഉനക്ക് അയ്യേ നല്ല ഗണപതിയെ നാങ്കാലമേ കൈതൊഴലാൽ അല്ലകല മരുവിയെല്ലാം തൊല്ലറിയ തുമ്പിക്കയ്യെ തൊട്ട് വിനതീറും നമ്പിക്കയ്യുണ്ടു നമുക്ക് വിനായകനാ തുമ്പിക്കയ്യുണ്ടു നമുക്ക് വിനകേ. എനിക്കിപ്പോ 79 വയസ്സ് പ്രായമാകാൻ തുടങ്ങുന്നു. ഞാൻ ജനിച്ച മുതൽക്ക് എനിക്ക് എൻ്റെ ഓർമ്മയിലുള്ള ഒരു ക്ഷേത്രമാണിത്. അത് മുഴുവനെ മാറ്റി പണിത് ഇപ്പോൾ വളരെ സുഖകരമായ രീതിയിൽ പൊതു ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും വേണ്ടിയിട്ട് നമുക്ക് വളരെ സന്തോഷമായി തുറന്നു കൊടുത്ത് അമ്പലം പണി തീർന്നു കൊടുത്തിരിക്കുന്നു. പണി പൂർത്തിയാക്കും. Thank you.